സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? ഓക്കെ പറഞ്ഞേ, ഇങ്ങനെ ആക്കിക്കേ. യെസ്, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് യാത്ര പോകാൻ ഇഷ്ടല്ലേ? നമുക്കൊരു യാത്ര പോയാലോ? നമ്മുടെ യാത്ര 3 ദിവസത്തെ യാത്രയാണ് കേട്ടോ. 3 days കേട്ടോ. 3 दिन का सफर എന്നാണ് നമ്മുടെ യാത്രയുടെ പേര്. എന്താ പേര്? 3 दिन का सफर. അപ്പൊ യാത്ര പോകുമ്പോഴേ നിങ്ങളൊക്കെ സ്കൂളൊക്കെ വിട്ട് വന്നതല്ലേ? യാത്ര പോകുമ്പോഴേ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യണ്ടേ? നമുക്ക് അടിച്ചു പൊളിക്കട്ടെ യാത്രയിലൂടെ നീളം. ഫുൾ ബോറടിച്ചൊന്നും ഇരിക്കണ്ടല്ലോ, അടിച്ചു പൊളിക്കണല്ലേ? നമ്മള് ഹാപ്പി ആയിരിക്കണല്ലേ? എന്ത് ചെയ്യണം? എല്ലാരും വീഡിയോ ഓൺ ചെയ്ത്, വീഡിയോ ഓൺ ആക്കാത്തവര് ഒന്ന് വീഡിയോ ചെയ്തിട്ട് അടിപൊളി മക്കളായിട്ട് എല്ലാരും വീഡിയോ ഓൺ ചെയ്തിരിക്കട്ടില്ലേ? സൂപ്പർ ഫൈറ്റ് അല്ലേ? വെരി ഗുഡ്. അപ്പൊ എല്ലാവരും അല്ലേ, ഫോണൊന്നും ആരുടെയും കയ്യിൽ പിടിക്കരുത് കേട്ടോ. ഫോണൊക്കെ മിസ്സിന്റെ മാരി കണ്ടില്ലേ? മിസ്സിന്റെ കൈയൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കണേ. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യാ, ഫോണൊക്കെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അടിപൊളിയായിട്ട് ഇരിക്കട്ടോ. ഓക്കെ ആണോ? ഓക്കെ. ഇനി കൈകളൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് വെച്ചേ. നിങ്ങളുടെ സ്റ്റഡി ടേബിളിലോ നിങ്ങളുടെ കാലുകളിലോ ഒക്കെ വെക്കാട്ടോ. ഓക്കെ. ഇനി എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങളുടെ മനോഹരമായ കണ്ണുകൾ മെല്ലെ 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 അടക്കണം കേട്ടോ. എങ്ങനെ അടക്കേണ്ടത്? മെല്ലെ 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 അടക്കാം. ഓക്കെ. നോക്കട്ടെ ആർക്കൊക്കെ മനോഹരമായ കണ്ണുകൾ ഇവിടെ ഉണ്ടെന്ന്. അടച്ച കണ്ണുകള്. വാവ്, വെരി ഗുഡ്, സൂപ്പർ ആണല്ലോ. ഇനി മിസ് ഇവിടെ ഒരു വോയിസ് കേൾപ്പിച്ചു തരും. നിങ്ങൾ എന്താ ചെയ്യാ? അത് ശ്രദ്ധിച്ച് കേൾക്കട്ടോ. അപ്പോ വോയിസ് ഇപ്പം വരൂ, അത് കേൾക്കട്ടോ. ഈ പുതിയ ദിവസം ഞാൻ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ദിവസം എനിക്ക് സന്തോഷം നിറഞ്ഞതാണ്. എന്നിൽ സന്തോഷവും ആനന്ദവും നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ എല്ലാ കഴിവുകളും ഉള്ള കുട്ടിയായി വളർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്നെയും എൻ്റെ രക്ഷിതാക്കളെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഞാൻ ഹിന്ദി ലാംഗ്വേജിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കാൻ തയ്യാറാണ്. എൻ്റെ അവസരങ്ങൾ ഞാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ലോകം എന്റേത് കൂടിയാണ്. ഞാൻ എൻ്റെ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും സ്കൂളിന്റെയും അഭിമാനം വർദ്ധിപ്പിക്കുന്ന കുട്ടിയാണ്. എനിക്ക് കഴിയും. യെസ്, ഐ ക്യാൻ. ഞാൻ നല്ല കുട്ടിയായി വളർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ സമയത്തെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഗുഡ്. അടിപൊളിയായിട്ട് ഇരുന്നങ്ങളല്ലേ എല്ലാവരും? സൂപ്പർ ആയിക്കണം കേട്ടോ. നിങ്ങളുടെ മൈൻഡ് ഒക്കെ റിലീസ് ആയില്ലേ? റിലാക്സ് ആയില്ലേ എല്ലാവരും? ഹാപ്പി ആയില്ലേ എല്ലാവരും? ഓക്കെ. ഇനി നമുക്കൊരു ബ്രെയിൻ ജിം ചെയ്താലോ? നിങ്ങൾക്ക് ബ്രെയിൻ ജിം അറിയോ? മിസ് കാണിച്ചു തരാട്ടോ. ഒരു സിമ്പിൾ ആയിട്ടുള്ള ബ്രെയിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ബ്രെയിൻ ജിം. റെഡിയാണോ? അപ്പൊ നിങ്ങളുടെ കൈകളാണ് കേട്ടോ അതിനാവശ്യം. എന്താണ് വേണ്ടത്? ഹാൻഡ്. എന്ത്? ഹാൻഡ് വേണം കേട്ടോ. അപ്പൊ എടുത്തേ. അപ്പൊ എങ്ങനെ അത് ചെയ്യലറിയോ? റൈറ്റ് ഹാൻഡ് ഇങ്ങനെ ക്ലോസ് ആക്കി പിടിച്ചിട്ട് ലെഫ്റ്റ് ഹാൻഡിൽ പ്രസ് ചെയ്യാ. ചെയ്തേ. യെസ്, വെരി ഗുഡ്. സൂപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അറിയാവുന്നവരൊക്കെ അത് ചെയ്യുന്നല്ലേ? ഓക്കെ. എന്നിട്ട് നമ്മുടെ റൈറ്റ് ഹാൻഡ് ഓപ്പൺ ചെയ്യാ. ലെഫ്റ്റ് ഹാൻഡ് അതേപോലെ ക്ലോസ് ചെയ്തിട്ട് റൈറ്റ് ഹാൻഡിൽ പ്രസ് ചെയ്യാ. ഓക്കെ. മിസ് ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. സ്ലോവിലി കാണിച്ചു തരുന്നുണ്ട് അറിയാത്തവർക്ക് കേട്ടോ. ഓക്കെ. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്ത എല്ലാവരും. ഓക്കെ, ഗുഡ്. സൂപ്പർ ചെയ്യുന്നുണ്ടല്ലോ. അടിപൊളിയാണ് കേട്ടോ നിങ്ങള്. നമുക്ക് നമ്മുടെ യാത്രയിലേക്ക് പോയാലോ? നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടാണോ? കഥ കഥ ഇഷ്ടാണല്ലേ? എന്നാ മിസ് ഇവിടെ ഒരു സ്റ്റോറി കഥ കാണിച്ചു തന്നാലോ? റെഡിയാണോ? പറയ്, സ്റ്റോറി ഇഷ്ടാണോന്ന്? യെസ്, കഥ ഇഷ്ടമില്ലാത്തൊരാളുള്ളത് അല്ലേ? അപ്പൊ നമ്മുടെ സ്റ്റോറി ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എങ്ങനെ കേൾക്കണം? ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ ആണോ?
ഒരിടത്തൊരിടത്ത് ഗീതു എന്നു പേരുള്ള ഒരു മിടുക്കി കുട്ടിയുണ്ടായിരുന്നു. അവളുടെ വീട്ടിൽ ഗായ് എന്നു പേരുള്ള പശുക്കുട്ടിയും ഒരിടത്തൊരിടത്ത് ഗീതു എന്നു പേരുള്ള ഒരു മിടുക്കി കുട്ടിയുണ്ടായിരുന്നു. അവളുടെ വീട്ടിൽ ഗായ് എന്നു പേരുള്ള പശുക്കുട്ടിയുമുണ്ട്. അവർ രണ്ടുപേരും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഗേന്ദ് ഉപയോഗിച്ചിട്ട് കളിക്കാറുണ്ടായിരുന്നു. ഗേന്ദ് എന്ന് പറഞ്ഞാൽ ബോളാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ഗീതുമോള് സ്കൂളിൽ പോകാൻ റെഡിയാവുന്നത് കണ്ട് ഗായ് വിഷമിച്ച് നിൽക്കുകയായിരുന്നു. ഗീതുമോള് ചോദിച്ചു, എന്തു പറ്റി ഗായ്, നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? അപ്പൊ ഗായ് പറഞ്ഞു, നീ സ്കൂളിൽ പോയാല് എനിക്കിവിടെ ആരും കളിക്കാനില്ല, ഞാനിവിടെ ഒറ്റയ്ക്കാണ്. അപ്പൊ ഗീതുമോള് പറഞ്ഞു, നീ വിഷമിക്കണ്ട കേട്ടോ, ഞാനിന്ന് സ്കൂള് വിട്ട് വരുമ്പോ നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. അത് കേട്ടതും നമ്മുടെ ഗായിന് ഭയങ്കര സന്തോഷമായി. ഗീതുമോള് സ്കൂള് വിട്ട് വരുന്നതും കാത്ത് അവൻ ഗേറ്റിന്റെ അരികിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അതാ ഗീതുമോള് ദൂരെ നിന്ന് നടന്നു വരുന്നുണ്ട്. ഗീതുമോളുടെ കൂടെ അതാ നമ്മുടെ ബക്കരി എന്ന ആടുമുണ്ടല്ലോ. ഗായിന് വളരെ സന്തോഷമായി. അന്ന് വൈകുന്നേരം ഗീതുവും ഗായും ബക്രിയും ഗേന്ദ് ഉപയോഗിച്ചിട്ട് കളിക്കുകയായിരുന്നു. ആ മനോഹരമായ കാഴ്ച കണ്ട് ബാദൽ എന്നു പേരുള്ള നമ്മുടെ മേഘക്കുട്ടന്മാർ പുഞ്ചിരി തൂകി അവരുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ട് അസൂയപ്പെട്ടു. ഓക്കെ മക്കളെ, സ്റ്റോറി ഇഷ്ടായോ? യെസ്, എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റോറി? സൂപ്പർ. ഓക്കെ, നിങ്ങൾക്ക് സംസാരിക്കും ഇവിടെ മിസ് ഇവിടെ കേൾക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കേൾക്കുന്നില്ലല്ലോ? കേൾക്കുന്നുണ്ടല്ലേ? യെസ്. ഓക്കെ, അപ്പോ നമ്മുടെ സ്റ്റോറിയില് ആരൊക്കെയുണ്ട്? ആ, ഒരു ഗീതുമോൾ ഉണ്ടല്ലേ, ഒരു പെൺകുട്ടി ഉണ്ടല്ലേ. ഗീതുമോള്, പെൺകുട്ടിയുടെ പേരാണ് എന്താണ്? ഗീതുമോള്. ഇഷ്ടായോ പേര്? യെസ്, അടിപൊളി പേരാണല്ലേ ഗീതുമോള്. ഗീതുമോളെ കൂട്ടുക്ക് ഫ്രണ്ട് ആരാണ് ഗീതുമോൾക്ക് കൂടെ കളിക്കാന്? ആ, ആരുണ്ട്? ഗായുണ്ട് അല്ലേ. ഗായ് എന്ന് പറഞ്ഞാൽ എന്താണ്? പശുവാണ് കേട്ടോ. പശുവിന് ഗീതുമോൾ ഇട്ട പേരാണ് എന്ത്? ഗായ്. എന്താണ് പശുവിന് ഗീതുമോൾ ഇട്ട പേര്? ഗായ്. പറഞ്ഞേ, ഗായ്. യെസ്, വെരി ഗുഡ്, സൂപ്പർ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗീതുമോള് സ്കൂൾക്ക് പോവാണല്ലേ. നെക്സ്റ്റ് ഡേ സ്കൂളിൽ പോവാണ്. സ്കൂളിൽ പോയപ്പോൾ നമ്മളെ ഗായ് ഇങ്ങനെ വിഷമിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗീതുമോള് ചോദിച്ചു, എന്തിനാ ഗായ് വിഷമിച്ചിരിക്കുന്നത് എന്ന്. അപ്പൊ ഗായ് എന്താ പറഞ്ഞത്? ഗീതുമോള് പോയാല് എനിക്കിവിടെ ആരുമില്ല കളിക്കാന്, ഞാൻ ഒറ്റക്കാണെന്നല്ലേ. അപ്പൊ ഗീതുമോൾ എന്താ പറഞ്ഞത്? ഞാൻ സ്കൂള് വിട്ട് വരുമ്പോൾ എനിക്കൊരു സർപ്രൈസ് ഉണ്ട് എന്ന്. എല്ലാവർക്കും സർപ്രൈസ് ഇഷ്ടാണോ? ഇഷ്ടല്ലേ? യെസ്. അപ്പൊ ഗീതുമോള് പറഞ്ഞു, ഞാന് സ്കൂള് വിട്ട് വരുമ്പോൾ നിനക്കൊരു സർപ്രൈസ് കൊണ്ടുവരാന്ന്. എന്താ സർപ്രൈസ് കൊണ്ടുവന്നത് സ്കൂൾ വിട്ട് വരുമ്പോളേ? ഒരു ആട്ടിൻകുട്ടിയാണ് അല്ലേ? ആണോ? ആട്ടിൻകുട്ടി ആരൊക്കെ കണ്ടിട്ടുണ്ട്? നിങ്ങളുടെ വീട്ടിലുണ്ടോ? അത് അടുത്ത വീട്ടിലൊക്കെ ഉണ്ടോ? യെസ്. അപ്പൊ ആട്ടിൻകുട്ടിക്ക് പറയുന്ന പേരാണ് ബക്കരി. എന്താണ്? ആടിന് പറയും ബക്കരി. പറഞ്ഞ എല്ലാവരും ബക്കരിന്ന്. യെസ്, ബക്കരി. അപ്പോ ആ ബക്കരിനെ കണ്ടപ്പോൾ നമ്മുടെ ഗായിന് ഭയങ്കര ഇഷ്ടായി അല്ലേ. കൂടെ കളിക്കാൻ ആരുണ്ട്? ഇനി ബക്കരി ഉണ്ടാവൂലേ. അങ്ങനെ ഗീതുമോളും ഗായും ബക്കരിയും ഗേന്ദ് ഉപയോഗിച്ച് കളിച്ചു കൊണ്ടിരുന്നു. ഗേന്ദ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മളെ ബോൾ ഉണ്ടല്ലോ, ബോള് അല്ലേ. ബോൾ കൊണ്ട് പല കളികളും നിങ്ങൾ കളിക്കാറുണ്ട് അല്ലേ. ഫുട്ബോൾ കളിക്കാറുണ്ട്, ക്രിക്കറ്റ് കളിക്കാറുണ്ട്, പിന്നെ എന്തൊക്കെ കളികളുണ്ട്? പല ഗെയിംസും കളിക്കാൻ ബോൾ ഉണ്ട് അല്ലേ. യെസ്, നിങ്ങൾ ചാറ്റ് ബോക്സ് ഉപയോഗിച്ചോളൂ കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ, വെരി ഗുഡ്. ബോൾ അല്ലേ. അപ്പൊ ബോൾ വെച്ചിട്ടാണ് അവർ കളിച്ചത് അല്ലേ. ബോളിന് എന്താ പറയലേ അറിയോ? ഗേന്ദ്. എന്താ പറയാ? ഗേന്ദ്. ഓക്കെ, ഇവരുടെ കളികളൊക്കെ കണ്ടിട്ട് നമ്മുടെ ആകാശത്ത് നിന്നിട്ട് ആരെ കണ്ടത്? ബാദല്. ബാദൽ എന്ന് പറഞ്ഞാല് മേഘട്ടോ. മേഘക്കുട്ടന്മാർക്ക് ഇവരുടെ കളി കണ്ടിട്ട് ഭയങ്കര ഇഷ്ടായി അല്ലേ. അപ്പൊ ബാദൽ, ബാദൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ബാദൽ എന്ന് പറഞ്ഞാല്? മേഘം, ക്ലൗഡ് അല്ലേ. ക്ലൗഡിന് പറയുന്ന പേരാണ് മേഘം.
ഓക്കെ. അപ്പൊ നമ്മുടെ ഈ സ്റ്റോറിയിൽ ആരൊക്കെയാണ്? നമ്മുടെ ഗായ് ഉണ്ട് അല്ലേ? ഗായിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? ഗായിന്റെ ഫസ്റ്റ് ലെറ്റർ ആണ് ഘ. എന്താണ്? ഗായിന്റെ ഫസ്റ്റ് ലെറ്റർ ഘ എന്നാണ് കേട്ടോ. ഓക്കെ. ഗായിന്റെ അതുപോലെ ഗാ വെച്ചിട്ട് വരുന്ന വേറൊരു വേർഡും കൂടെ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? എന്തായിരുന്നത്? ഗേന്താണ് കേട്ടോ. ആണോ? ഗേന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോള്. ഓക്കെ. ഗേന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോൾ ആണല്ലേ? അപ്പൊ അതിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? ആ, ഗ എന്ന ലെറ്റർ ആണ്. നമുക്ക് ഗ എന്ന ലെറ്ററിനെ എഴുതിയാലോ? അതിനു മുന്നേ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. റെഡിയാണോ? ഓക്കെ, കാണുന്നുണ്ടോ? നമ്മുടെ ഗീതമോൾ ഉണ്ട് ഇവിടെ, ഗായ് ഉണ്ട്, ഗേന്ത് ഉണ്ട്, ബക്കരി ഉണ്ട്, ബാദൽ ഉണ്ട് അല്ലേ? എല്ലാവരും ഉള്ള ഒരു പിക്ക് കേട്ടോ. ഇഷ്ടായോ? ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഗ എന്ന ലെറ്റർ. ഗ എന്ന ലെറ്ററിനെ നമ്മുടെ സ്ക്രീനിൽ എഴുതല്ലേ കേട്ടോ. മിസ്സിന് എഴുതാനുള്ളതല്ലേ സ്ക്രീന്? ഓക്കെ. ഈ ലെറ്റർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഈ ലെറ്റർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതെ, നമ്മുടെ ഇംഗ്ലീഷ് ലെറ്റർ ആയ ജെ ആണല്ലേ? എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ഇംഗ്ലീഷ് ലെറ്റർ ആയ ജെക്ക് ഭയങ്കര പേടിയാണ് അല്ലേ? എങ്ങോട്ട് പോവാനും പേടിയാണ്. അപ്പൊ ജെ എന്ത് പണി ചെയ്യും? കൂടെ ഒരു വടിയും പിടിച്ചിട്ടാ നടക്കല് കേട്ടോ. എന്ത് പിടിച്ചിട്ടാ നടക്കല്? ഒരു വടിയും പിടിച്ച് നടക്കും അല്ലേ? അപ്പോ നമ്മുടെ ഹിന്ദിയിലെ ഗ എന്ന ലെറ്റർ ആയിട്ടോ. ഈ ലെറ്ററിന് ഹിന്ദിയിൽ പറയും ഗ. മലയാളത്തിലെ ഗായും ഇംഗ്ലീഷിലെ ഗായും ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ എല്ലാരും നിങ്ങളോട് പറഞ്ഞ A4 ഷീറ്റ് എടുക്കോ. A4 ഷീറ്റില് നമ്മുടെ ഈ ഗ എന്ന ലെറ്ററിനെ ഒന്ന് എഴുതോ. ഇതട്ടോ എഴുതേണ്ട മോഡല് നമ്മുടെ ജെ എന്ന ലെറ്റർ എഴുതാ. എന്നിട്ട് അതിന്റെ കൂടെ ജെക്ക് പേടി ചെയ്തോണ്ട് ഒരു വടിയും കൂടി വരക്കണം അല്ലേ? വരച്ചേ. മിസ്സിന്റെ മക്കളെല്ലാവരും A4 ഷീറ്റിലേക്ക് വരച്ചെടുത്തേ. കൂടെ മലയാളം എഴുതി വെക്കണം കേട്ടോ. ഇംഗ്ലീഷ് വേണ്ടവർക്ക് ഇംഗ്ലീഷ് എഴുതണേ. എഴുതി കഴിഞ്ഞാല് നമ്മുടെ ചാറ്റ് ബോക്സ് ഉപയോഗിക്കണം കേട്ടോ. കഴിഞ്ഞു മിസ്സേ എന്ന് പറയണം കേട്ടോ. ആദ്യം ജെ പോലെ വരക്ക ഇംഗ്ലീഷില്. പിന്നെ നമ്മുടെ ജെക്ക് പേടി ചെയ്തോണ്ട് കൂടെ ഒരു വടിയും കൂടി വരക്കണം കേട്ടോ. യെസ്. ഓക്കെ. A4 ഷീറ്റ് ഇല്ലെങ്കിൽ ബുക്കിൽ എഴുതിക്കോളൂ കേട്ടോ. ഓക്കെ, ഫിനിഷ് ആയില്ലേ? ഓക്കെ, ഗുഡ്. അടിപൊളിയാണല്ലോ. സൂപ്പർ ആണ് കേട്ടോ. ഫാസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. സൂപ്പർ സൂപ്പർ. അപ്പൊ നമ്മളെ ഗായും ഗേന്തുതല്ലേ? അപ്പൊ ഗായ് ഇതാ, ഗേന്തുതാ. ഗായ് എന്ന് പറഞ്ഞാൽ എന്താണ്? പശു. ഗേന്ത് എന്ന് പറഞ്ഞാല് ബോൾ ആണ് കേട്ടോ. അപ്പൊ എല്ലാരും ഗായ് എന്ന ലെറ്റർ എഴുതി. സൂപ്പർ ആണ് കേട്ടോ. അപ്പൊ അടുത്ത ലെറ്റർ, അടുത്തത് നമ്മുടെ സ്റ്റോറിയിലുള്ള രണ്ടാളാണ്. ആര്? ബാദല്. ബാദൽ എന്ന് പറഞ്ഞാല് മേഘങ്ങളിലെ ക്ലൗഡ് കേട്ടോ. പിന്നെ അവിടെ ബക്കരിയാണുള്ളത് കേട്ടോ. ബക്കരി എന്ന് പറഞ്ഞാൽ എന്താ? ആടില്ലേ? അപ്പൊ അതിലെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? ഫസ്റ്റ് ലെറ്റർ കമന്റിൽ പറഞ്ഞ എല്ലാവരും. പോട്ടെ പെട്ടെന്ന്. ഏതാണ് ഫസ്റ്റ് ലെറ്റർ? ബാ. വെരി ഗുഡ്. സൂപ്പർ. ഫാസ്റ്റ് ആയിട്ട് എഴുതുന്നുണ്ടല്ലോ. അടിപൊളി മക്കളാണല്ലോ. ഓക്കെ. അപ്പൊ ഇതാണ് ബാ എന്ന ലെറ്റർ കേട്ടോ. അപ്പൊ ബാ എന്ന ലെറ്ററിനെ നമുക്കൊന്ന് എഴുതിയാലോ? നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? ബാ എന്ന ലെറ്റർ കൊണ്ട് നമുക്കൊരു ബലൂൺ വരച്ചാലോ? ഫസ്റ്റ് ഒരു വടി വരക്കാട്ടോ. എന്നിട്ട് നമ്മൾ ബലൂൺ അങ്ങനെ വീർപ്പിച്ചിട്ട് വെക്കാം. എന്നിട്ട് ബലൂൺ പാറിപ്പോകാതിരിക്കാന് ഒരു നൂല് കൊണ്ട് കെട്ടി വെക്കാം. ഓക്കെ. എന്നിട്ട് മുകളിൽ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. അപ്പൊ എന്തായി?
ബായ് എന്ന ലെറ്റർ ആയി. നമ്മുടെ ഹിന്ദിയിലെ ബായ് ആണ് കേട്ടോ ഇത്. ഒന്നും കൂടി മിസ് ചെയ്ത് തരാ. ഫസ്റ്റ് ഒരു വടി വരക്ക, എന്നിട്ട് ബലൂണ് വീർപ്പിക്ക. ബലൂണ് പാറിപ്പോവാതിരിക്കാന് ഒരു നൂല് കൊണ്ട് കെട്ടിവെക്ക. എന്നിട്ട് മുകളില് ഒരു വര വരക്കാട്ടോ. അപ്പോ എല്ലാവരും നിങ്ങളുടെ A4 ഷീറ്റിലേക്ക് നമ്മുടെ ബാ എന്ന ലെറ്റർ എഴുതിക്കേ. ബാ എന്ന ലെറ്റർ, ഹിന്ദിയിലെ ബാ എന്ന ലെറ്റർ ഇതാണ് കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ, ഫിനിഷ് ആക്കിയോ? ഫിനിഷ് ആയാല് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യണം കേട്ടോ. ആഹാ, അടിപൊളിയാണല്ലോ. ഇതാ ഫിനിഷ് എന്ന് വരുന്നില്ലേ? സൂപ്പർ ആണല്ലോ നിങ്ങളൊക്കെ. വൗ, ഗുഡ്. ഓക്കെ, ഫിനിഷ്. പൊളി 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 മൂടാണല്ലോ നിങ്ങൾ എല്ലാവരും. ഓക്കെ, അപ്പൊ ബാ വെച്ചിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണ്? ബാദൽ, ബക്കരി. ഓക്കെ ആണോ? ഇനി നമ്മളൊരു ബോൾ വരച്ചാലോ? ഗേന്ദ് ട്ടോ. ബോളിന് എന്താ പറയാ? ഗേന്ദ് എന്ന്. ഇവിടെ A4 ഷീറ്റിന്റെ ബാക്കിലോ അല്ലെങ്കിൽ വരച്ചതിന്റെ താഴെയോ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ വരക്കാട്ടോ. ഓക്കെ, ഓക്കെ ആണോ? യെസ്, ഓക്കെ, വെരി ഗുഡ്. നിങ്ങളൊക്കെ സൂപ്പർ ആണല്ലോ. അപ്പൊ ബോള് വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയോ? ഇവിടെ തൊട്ടോ ഒരു ബോള്. ആദ്യം ഒരു വലിയ സർക്കിൾ വരക്കാം. ഇതിന്റെ മുകളിലൂടെ വരച്ച് കാണിച്ചു തരാം കേട്ടോ. ഒരു ബിഗ് സർക്കിൾ കേട്ടോ, റൗണ്ട് ഇങ്ങനെ വരക്കട്ടോ. വരച്ച മിസ്സിന്റെ കൂടെ തന്നെ നിങ്ങളുടെ A4 ഷീറ്റിലും വരച്ചെടുക്കാം. എന്നിട്ട് അതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു സ്മോൾ സർക്കിൾ വരക്കാം ഇങ്ങനെ. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ താഴോട്ട് ഓരോ വശങ്ങളിലേക്കും ബോളിന്റെ ഈ ലൈൻ ഇട്ട് കൊടുക്കാട്ടോ. ഇപ്പൊ എന്തായി? ഒരു ബോളായില്ലേ? അടിപൊളി ബോളല്ലേ? സൂപ്പർ അല്ലേ കാണാന്? നിങ്ങളൊക്കെ ഒരു എന്താ പറയാ, ഒരു ചിത്രകാരന്മാരും കൂടെ ആവൂലേ? ഒരു ബോളൊക്കെ വരക്കാൻ പഠിച്ചില്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഈ ബോളിന്റെ ഉള്ളിലൊക്കെ ഇവിടെ ഏത് ലെറ്റർ ഉണ്ട്? യെസ്, ഗ എന്ന ലെറ്റർ ഉണ്ട് അല്ലേ? അപ്പൊ ഗ എന്ന ലെറ്ററിനെ എഴുതിക്കെ എല്ലാവരും. ഗ എങ്ങനെ എഴുതല്? നമ്മുടെ ഇംഗ്ലീഷ് ലെറ്റർ ആയ ജെ എഴുതാ. അതിന് പേടിയായിട്ട് അതിന്റെ കൂടെ ആരെ കൊണ്ട് നടക്കലുണ്ട്? ഒരു വടിയും കൂടെ കൊണ്ടെടുക്കലുണ്ട് അല്ലേ? അപ്പൊ ആ വടിയും കൂടെ വരച്ചു വെക്കാട്ടോ. അപ്പൊ വരച്ച് എല്ലാവരും ബോള് വരച്ചിട്ട് അതിനുള്ളില് ഗ എന്ന ലെറ്റർ എഴുതിക്കെ എല്ലാവരും. അപ്പൊ നിങ്ങൾക്ക് ഇത് വരക്കണീനോ ഏതിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാ, കളറൊക്കെ യൂസ് ചെയ്യാട്ടോ. നിങ്ങൾ സൂപ്പർബായിട്ട് വരച്ചിട്ട് നിങ്ങളുടെ ക്ലാസ് റൂമിലൊക്കെ സെൻഡ് ചെയ്യണം കേട്ടോ. അതാണ് ഏറ്റവും അടിപൊളി ബോള്. നമുക്ക് നോക്കാലോ അല്ലേ? എല്ലാവരും ബോളും കണ്ടൂടെ ക്ലാസ് റൂമിൽ സെൻഡ് ചെയ്താല്? ഓക്കെ, അപ്പൊ സൂപ്പർബായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ കളറൊക്കെ ചെയ്യണം കേട്ടോ. നല്ല ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ബോൾ വരക്കണേ. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചൊക്കെ ബോൾ വരച്ചിട്ട് ഗ എന്ന ലെറ്ററിന് എഴുതാ. ഫിനിഷ് ആയോ? വൗ, സൂപ്പർ, അടിപൊളിയായിട്ട് ഫിനിഷ് ആക്കിക്കണല്ലോ. ഓക്കെ, മിസ്സിന് ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വരച്ച് കഴിഞ്ഞിട്ട് മിസ് ചോദിക്കൂട്ടെ, എനിക്ക് കാണിച്ചു തരണേ, എനിക്കും കാണിച്ചു തരണം. ഓക്കെ, അപ്പൊ മിസ് ഇതൊക്കെ ഒഴിവാക്കുന്നു കേട്ടോ. നമുക്ക് നെക്സ്റ്റിലേക്ക് പോയാലോ? റെഡിയാണോ? എല്ലാവർക്കും ഫിനിഷ് ആയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മളെ ബാദലാണ് കേട്ടോ. ബാദൽ എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, ക്ലൗഡ്, മേഘം. അപ്പൊ ഒരു മേഘത്തിനെ വരച്ച എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലില് അടിപൊളി ക്ലൗഡിനെ വരക്കാട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലൗഡിനെ വരക്കാന്ന് മിസ്സിന് അറിയാം. ഇതിൽ നോക്കിയിട്ടും വരക്ക് ചെയ്യാട്ടാ. സൂപ്പർബായിട്ട് എന്ത് ചെയ്യണം? ഒരു ക്ലൗഡ് വരക്ക. അതിനുള്ളിൽ എന്ത് വേണം? ബാ എന്ന ലെറ്റർ വേണം കേട്ടോ. അപ്പൊ ക്ലൗഡിന് കളറൊക്കെ ചെയ്യണം കേട്ടോ. ബാ എന്ന ലെറ്ററിനെ എങ്ങനെ എഴുതാ? ഫസ്റ്റ് ഒരു വടി വരക്ക, ബലൂണ് വീർപ്പിച്ച് വെക്ക. ബലൂണ് പോവാതിരിക്കാൻ എന്ത് വേണം?
കെട്ടിവെക്കണം. ബലൂൺ പാറിപ്പോവാതിരിക്കാൻ കേട്ടോ. എന്നിട്ട് മുകളിൽ ലൈൻ വരക്കാം. അപ്പൊ എന്തായി? നമ്മുടെ ബ എന്ന ലെറ്റർ ആയി. ഓക്കെ ആണോ? അപ്പൊ ഏതാണേ? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പ എന്ന ലെറ്റർ. ഫിനിഷ് ആയോ? ചാറ്റ് ബോക്സ് പറയട്ടോ, ഫിനിഷ് ആയാലേ. ആഹാ, ഫിനിഷ് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാരും ഫിനിഷ് ആയോ? വാവ്, സൂപ്പർ. നോ മാം. ഓക്കെ മോനു, എഴുതിക്കോളൂട്ടോ. മോനാണോ മോളാണാവോ? ഓക്കെ, എഴുതണേ. അപ്പൊ ഒരു ക്ലൗഡ് വരച്ചിട്ട് അതിനുള്ളിൽ എന്ത് വേണം? ബ എന്ന ലെറ്ററിനെ എഴുതി വെക്കണം അല്ലേ? ഓക്കെ, ഫിനിഷ് ആയോ? ഓക്കെ, ഫിനിഷ് ആയില്ലേ? ഓക്കെ, സൂപ്പർ. അപ്പൊ നമ്മൾ ഇതുവരെ എന്താ പറഞ്ഞത്? ഓക്കെ കേട്ടോ, സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെയും ഗേന്ത് എനിക്കൊന്ന് കാണിച്ചു തരോ? നിങ്ങൾ വരച്ചത്. വാവ്, പൊളി പൊളി, സൂപ്പർ ആയിക്കണല്ലോ. ആഹാ, അടിപൊളിയാണല്ലോ. തകർത്തക്കണ് കേട്ടോ. എവിടെ എല്ലാവരും പോരട്ടെ, ബാക്കിയുള്ളവരോട്. അടിപൊളിയാണേ. നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയ? ഇതിന് കളറും കൂടി ചെയ്യണം കേട്ടോ. അപ്പൊ എങ്ങനെ ഉണ്ടാവും കളറും കൂടി ചെയ്താലേ? സൂപ്പർ പാവല്ലേ? കളറും കൂടി ചെയ്താല് ഇതിനേക്കാൾ സൂപ്പർ ആവും കേട്ടാ. ഓക്കെ, നിങ്ങക്ക് എണ്ണാൻ അറിയോ? നിങ്ങളുടെ ഒരു കൈയില് എത്ര വിരലുകളുണ്ട്? ഒരു കൈയില് എത്ര വിരലുകളുണ്ട്? യെസ്, 5. എല്ലാവർക്കും 5 ആർക്കെങ്കിലും 6 ഉണ്ടോ? ആർക്കെങ്കിലും 6 ഉണ്ടോ? ഓക്കെ, നമുക്കൊന്ന് നമ്പേഴ്സ് ഒന്ന് എണ്ണി നോക്കിയാലോ? നമ്പേഴ്സ് ഒന്ന് കൗണ്ട് ചെയ്താലോ ഹിന്ദിയില്? അപ്പൊ 1ന് പറയും ഏക്ക്. എന്താ പറയല്? 1ന് പറയും ഏക്ക് അല്ലേ? പറഞ്ഞ എല്ലാവരും ഏക്ക് 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 പറഞ്ഞേ. യെസ്, ഏക്ക്. വെരി ഗുഡ്. 2ന് പറയും ദോ. എന്താ പറയാ? ദോ. യെസ്, സൂപ്പർ ആയിട്ട് പറയുന്നുണ്ടല്ലോ. 2ന് പറയും, പറഞ്ഞേ, ദോ. 3 എന്ന് പറഞ്ഞ 3 ആണല്ലേ? 3ന് ഹിന്ദിയിൽ എന്താ പറയാ അറിയോ? തീൻ. എന്താ പറയാ? തീൻ. നെക്സ്റ്റ് 4 4 അല്ലേ? 4ന് പറയും ചാർ. എന്താ പറയാ? ചാർ. ചാർന്ന് വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മള് ഉച്ചക്ക് ലഞ്ചൊക്കെ കഴിക്കുമ്പോള് എന്ത് കൂട്ടിയിട്ടാ കഴിക്കല്? ചില സ്ഥലങ്ങളിലൊക്കെ ചാറ് എന്ന് പറയൂലേ? ചില സ്ഥലങ്ങളിൽ കറി എന്ന് പറയും ട്ടോ. ചാറ് എന്ന് പറയുന്നത് എവിടൊക്കെയാണ്? എന്ന് ഇങ്ങനെ കൈപ്പൊക്കിയൊക്കെ ചാറ് എന്ന് പറയുന്ന സ്ഥലങ്ങള്. ആഹാ, ഒരുപാട് സ്ഥലങ്ങളിൽ ചാറ് എന്ന് പറയുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ചാറെന്ന് പറയാത്ത സ്ഥലങ്ങളുണ്ട് അല്ലേ? കറി എന്ന് പറയും ട്ടോ അവിടൊക്കെ. അപ്പൊ 4നാണ് എന്താ പറയല്? ചാറ് എന്നല്ലേ? ആ, വെരി ഗുഡ്. 4ന് പറയും ചാറ്. 5ന് എന്താ പറയല് അറിയോ? 5ന് ആ, പാഞ്ച്. ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ. ഒരുപാട് പേരായതുകൊണ്ട് മിസ് അങ്ങനെ പേരിങ്ങനെ എടുത്ത് പറയുന്നില്ല കേട്ടോ.
സിയ ഫാത്തിമ, ഇസ മറിയം ഒക്കെ ഞാൻ പാഞ്ചി എന്ന് പറയുന്നത് കേട്ടിട്ടോ. സൂപ്പർ, പാഞ്ചി. 5 പറയും പാഞ്ചി. അപ്പൊ നിൽക്കുന്ന കൗണ്ട് ചെയ്തേ. ഏക്ക്, ദോ, തീൻ, ചാർ, പാഞ്ച്. നിങ്ങൾ പാട്ട് കേട്ടിട്ടുണ്ടോ? ഏക് ദോ തീൻ ചാർ പാഞ്ച് ഛേ സത്ത്. ആ പാട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. ആരൊക്കെ കേട്ടിട്ടുണ്ട്? ആ, നമ്മളെ ഷെമീന മോള്, ജഹഫില്, പിന്നെ ആരാണ്? സനയ്യ ഫാത്തിമ ഒക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? സഹൽ പാറമ്മൽ മോളെ പേരെന്താണാവോ അവിടെ ഐഡിയയിൽ അതാണ് കേട്ടോ. ഓക്കെ, റബേക്ക മോളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഒന്ന് യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്യണം നമ്മുടെ ക്ലാസ് കേട്ടോ. ഏക് ദോ തീൻ ചാർ പാഞ്ച് ഛേ സത്ത്. അങ്ങനെ ഒരു പാട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ഉമ്മച്ചിമാർക്കോ നിങ്ങളുടെ ഫാദറിനോ മദറിനോ ഒക്കെ അറിയും. ചോദിച്ചു നോക്കണേ, ഈ പാട്ട് അറിയോന്ന്. അപ്പൊ നമുക്കൊന്ന് കൗണ്ട് ചെയ്താലോ? റെഡിയാണോ? ഒന്നും കൂടി കൗണ്ട് ചെയ്യാ. ഏക്ക്, ദോ, തീൻ, ചാർ, പാഞ്ച്. ഓക്കെ ആണോ? ഒന്നും കൂടി കൗണ്ട് ചെയ്തേ. ഏക്ക്, ദോ, തീൻ, ചാർ, പാഞ്ച്. ഓക്കെ ആണോ? അപ്പൊ നമ്മുടെ സ്ക്രീനില് മിസ് ഇവിടെ കുറച്ച് നമ്പേഴ്സ് കാണിച്ചു തരാം കേട്ടോ. ക്ലൗഡ് നമ്മുടെ ബാദലാണ് ഇവിടെ അല്ലെ. ഇവിടെ എത്ര ബാദലുണ്ട്? 5 ബാദല്. ഒന്ന് കൗണ്ട് ചെയ്തേ. ഏക്ക്, ദോ, തീൻ, ചാർ, പാഞ്ച്. ഓക്കെ ആണോ? എല്ലാരും 5 വരെ കൗണ്ട് ചെയ്തോ? നിങ്ങൾക്കൊക്കെ ബോറടിച്ചോ? നമുക്കൊരു ഗെയിം ആയാലോ? ചാറ്റ് ബോക്സ് യൂസ് ചെയ്തേ. നമുക്കൊരു ഗെയിം ആയാലോ? റെഡിയാണോ നിങ്ങള്? ആ, ഓക്കെ. നിങ്ങളുടെ നമുക്ക് ഒരു ഗെയിമിലേക്ക് പോവാട്ടോ. നിങ്ങളുടെ മ്യൂട്ടൊക്കെ ഒന്ന് ഓൺ ആക്കുന്നുണ്ട്. ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾ പറയണം കേട്ടോ. ഓക്കെ തീനില് വേറെ പാട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മളെ ഗെയിം ഇതാണ് കേട്ടോ. ഫൈൻഡ് ദ 6 ഹിഡൻ വേർഡ്സ്. ഈ ഒരു ചിത്രത്തില് 6 ഹിഡൻ വേർഡ്സുകൾ ഉണ്ട്. അത് ഏതൊക്കെയാണ്? പൊളിയാണല്ലോ നിങ്ങൾ. പൊള്ളി മൂടാണല്ലോ അല്ലേ? സൂപ്പർവൈസർ നിങ്ങള്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? കാണാത്തവരൊക്കെ നല്ല സൂപ്പർ ആയിട്ട് ആദ്യം എടുത്തത് മുതല് ലാസ്റ്റ് എടുത്തില്ലേ, അതുവരെ ഒന്ന് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യണേ. ഓ ചെയ്തു തരാട്ടോ. മാം വേറൊരു കുട്ടി ദുത്തിന്റെ പാട്ട് വേറുണ്ട് മാം. ഓക്കെ, ഇപ്പൊ ഗെയിം ഒക്കെ എല്ലാവർക്കും ഇഷ്ടായില്ലേ? നിങ്ങളൊക്കെ
കേട്ടോ. ഒരു ഗെയിമും കൂടി കളിക്കാം. ഗായില്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളോട് കേൾക്കണേ. നമ്മുടെ ഗായ് എന്ന് പറഞ്ഞാൽ എന്താണ്? പശു ആണല്ലേ? എന്താണ് പശുവിന്റെ കളറാണ് ചോദിച്ചത്, സൗണ്ട് അല്ല. ബ്രൗണ്, ബ്ലാക്ക്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബ്രൗൺ ആൻഡ് വൈറ്റ്, എല്ലാരും മ്യൂട്ട് ചെയ്യട്ടോ, മ്യൂട്ട് ചെയ്യേ. നമ്മളെ ബ്ലാക്കിന് പറയും കാല. എന്താ പറയാ? കാല. സഫേദ്. കാല എന്ന് പറഞ്ഞാല് പറഞ്ഞേ. കറുപ്പ്, സഫേദ്, വെളുപ്പ്. വൈറ്റ് ആണ്. സഫേദ് എന്ന് പറഞ്ഞാല് വെള്ള. വൈറ്റ് വെള്ള. നമ്മൾ 2 കളേഴ്സിന്റെ പേര് പഠിച്ചില്ലേ? യെസ്. നമ്മളൊരു ഇന്നേതാ ദിവസം എന്നറിയോ? മൺഡേ. ടുഡേ ഈസ് മൺഡേ. മൺഡേക്ക് എന്താ പറയാ? സോമവാർ. സോമവാർ. സോമവാർ എന്താ പറയല്? സോമവാർ. അപ്പൊ പറഞ്ഞേ സോമവാർ. സോമവാർ. നമ്മുടെ സോമവാർ മൺഡേയിലാണ് കേട്ടോ സോമനങ്കള് വരല്. സോമനങ്കള് വീട്ടിലേക്ക് ഗസ്റ്റ് ആയിട്ട് വരല് എന്നാണ്? സോമവാർ. എന്നാണ് വരല്? സോമവാർ. സോമവാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതാ ദിവസം? മൺഡേ അല്ലേ? ഓക്കെ ആണോ? ഇനി ഞാനില്ലേ ഇവിടെ ഒരു വർക്ക്ഷീറ്റ് കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെ എടുത്തില്ലേ, അതിന്റെ ഒരു വർക്ക്ഷീറ്റ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഏതാന്ന് ലെറ്റർ പറയണം. ആ മിസ് റൗണ്ട് ചെയ്യൂട്ടോ. ഇവിടെ ഫസ്റ്റ് വന്നിക്കണ എന്താണ്? എന്താണ് ചിത്രത്തിൽ കാണുന്നത്? ചിത്രത്തിൽ എന്താ കാണുന്നത്? ബക്കരി. ആ, ബക്കരി. പിന്നെന്താണ്? ഫസ്റ്റ് എന്താണ്? പശുവിന് എന്താ പറയാ? ഗീതമോളെ പശുവിന് എന്താ പറയാ? ഗായ്. വെരി ഗുഡ്. ഗീതമോളെ പശുവിന് എന്താ പറയല്? ഗായ്. യെസ്. അപ്പൊ ഇവിടെ ഗായ് എന്ന ലെറ്റർ അല്ലേ? ഗായിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? ഗായിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാ? ഗുഡ്. അപ്പൊ ഇവിടെ എത്രാമത്തെയാണ് ഈ ചിത്രത്തില് ഗായ് എന്ന ലെറ്റർ വന്നിട്ടുള്ളത്? ഒന്ന് പറഞ്ഞേ, എത്രാമത്തെയാണ്? ഒന്നാമത്തേണോ, രണ്ടാമത്തേണോ, മൂന്നാമത്തേണോ? ആ, ആൻസർ വതന്ന് റിഫ, ആർഷി, അമൻ, ഇഷാന്, റിസ്മിയ, ഇഷാന്, ഒരുപാട് പേരുണ്ട് കേട്ടോ. സൂപ്പർ ബൈറ്റ് എല്ലാരും ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. വണ്ണാണല്ലേ നമ്മുടെ ആൻസർ അല്ലേ? ഇതാണ് കേട്ടോ നമ്മുടെ ഗായിന്റെ ഗാ അല്ലേ? സെക്കൻഡ് പറയാട്ടോ. നെക്സ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ഇവിടെ ബാദൽ അല്ലേ? ബാദൽ, ക്ലൗഡ്. എന്താണ് പറയാ? ബാദൽ. ആ, ബാദല്. ബാദലിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാ? ബാ. വെരി ഗുഡ്. എത്രാമത്തെയാണ് അവിടെ ബാ എന്ന ലെറ്റർ വന്നിട്ടുള്ളത്? താഴെ സെക്കൻഡ് ആണോ, മൂന്നാണോ? അതാ ആൻസർ വന്നുകൊണ്ടിരിക്കുന്നു. വാവ്, സൂപ്പർ സൂപ്പർ സൂപ്പർ. അടിപൊളിയായിട്ട് ആൻസർ പറഞ്ഞു. രണ്ടാമത്തേണെന്നല്ലേ? സൂപ്പറാണ് കേട്ടോ. നിങ്ങള് പൊള്ളി മൂടാണല്ലോ. നെക്സ്റ്റ് ചിത്രത്തിൽ എന്താ കാണുന്നത്? മൂന്നാമത്തത് ബക്കരി ആണല്ലേ? വെരി ഗുഡ്. ബക്കരി. ബക്കരിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാ? ആ. അപ്പൊ ചിത്രത്തിൽ അവിടെ താഴെ ലെറ്റേഴ്സിൽ എത്രാമത്തെയാണ് ബാ എന്ന ലെറ്റർ വന്നിട്ടുള്ളത്? രണ്ടാമത്തത്. ആ,
അതെ, രണ്ടാമത്തേതാണല്ലേ. സൂപ്പർ. രണ്ടാമത്തെ ലെറ്റർ ആണ് ബക്കറിന്റെ ബാ. ആണോ? യെസ്. യെസ്, വെരി ഗുഡ്. അടുത്ത ചിത്രം എന്താണ് അവിടെ വന്നിട്ടുള്ളത്? ചിത്രത്തിൽ എന്താ കാണുന്നത്? ബോൾ ആണല്ലേ. ഗേന്ത്. 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 ഫസ്റ്റ് ലെറ്റർ ഏതാ? ഗ. ഗ. വെരി ഗുഡ്. ഗേന്തിന്റെ ഫസ്റ്റ് ലെറ്റർ ഗ ആണ്. അപ്പോ അവിടെ എത്രാമത്തെയാണ് ഗ എന്ന ലെറ്റർ വന്നിട്ടുള്ളത്? യെസ്, ആൻസറുകൾ അതാ വന്നുകൊണ്ടേയിരിക്കുന്നു അല്ലേ. സൂപ്പർ. 1 തന്നെയാണ് കേട്ടോ ആൻസർ. നിങ്ങളൊക്കെ അടിപൊളിയാണല്ലോ. ഗ. അപ്പൊ ഇതാണ് ലെറ്റർ ഗ. ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊക്കെ ഇഷ്ടായോ നമ്മുടെ ഈ യാത്ര? നമുക്കൊന്നും കൂടെ എന്തൊക്കെ ഇന്ന് പറഞ്ഞത് എന്നുള്ളത് നോക്കിയാലോ? റെഡിയാണോ നിങ്ങള്? യെസ്. ഓക്കെ, അപ്പൊ മിസ് ഒന്നും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ആരൊക്കെ പറഞ്ഞിരുന്നോ മിസ്സേ ഒന്നും കൂടെ പറയോന്ന് ട്ടോ? മിസ് ഒന്നും കൂടെ നിങ്ങൾക്ക് ഫസ്റ്റ് മുതൽ നമ്മൾ ഇന്ന് എന്തൊക്കെ എടുത്തത് എന്നുള്ളത് ഒന്ന് റിവൈൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചിരിക്കണേ. അപ്പൊ നമ്മള് ഫസ്റ്റ് ഒരു സ്റ്റോറിയാണ് കണ്ടല്ലേ. സ്റ്റോറിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഗീതുമോളെ കൂട്ടുകാരായിട്ട് ആരുണ്ടായിരുന്നു? ഗായ് ഉണ്ടായിരുന്നു അല്ലേ. യെസ്. പോയി വിശക്കുമ്പോൾ ഗായ് എന്നോട് പറഞ്ഞു നിനക്ക് ഞാനൊരു സർപ്രൈസ് കൊണ്ടുവരുന്നുണ്ടല്ലേ. ആരെ കൊണ്ടുവന്നത്? ബക്കരീനെ കൊണ്ടുവന്നുല്ലേ. ബക്കരി വന്നപ്പോൾ അവരെന്ത് ചെയ്തു? ഗേന്ത് കൊണ്ട് കളിച്ചുല്ലേ. ഇത് കണ്ടപ്പോൾ മേഘക്കുട്ടന്മാര് ഒരുപാട് സന്തോഷിച്ചു. ബാദലി, മേഘത്തിന് പറയും ബാദലി. ഓക്കെ, അപ്പൊ നമ്മുടെ ഗായിന്റെയും ഗേന്തിന്റെയും ഫസ്റ്റ് ലെറ്റർ ആണ് ഗ. ഇംഗ്ലീഷിലെ ജെ എന്ന ലെറ്റർ എഴുതാ. ജെ എന്ന ലെറ്ററിന് ഒറ്റക്ക് നടക്കാൻ പേടിയാണല്ലേ. അപ്പൊ കൂടെ ഒരു വടിയും കൂടി കൊണ്ട് നടക്കും. അപ്പൊ നമ്മുടെ ഹിന്ദിയിലെ ഗ എന്ന ലെറ്റർ ആയിട്ടോ. നെക്സ്റ്റ് ഇതാ നമ്മുടെ ഗായും ഗേന്തും. ഓക്കെ, പിന്നെ നമ്മുടെ സ്റ്റോറിയിലെ കഥാപാത്രങ്ങളാണ് ആര്? ബാദലും ബക്കരിയും. ബാദലിന്റെയും ബക്കരിന്റെയും ഫസ്റ്റ് ലെറ്റർ എന്താണ്? ബ എന്നാണ് അല്ലേ. ബ എന്ന ലെറ്റർ ഇതട്ടോ. ഒരു സ്റ്റാൻഡിങ് ലൈൻ വരക്ക, എന്നിട്ട് ബലൂൺ വീർപ്പിച്ച് വെക്ക. ആ ബലൂണ് പാറിപ്പോവാതിരിക്കാന് ഒരു നൂല് കൊണ്ട് കെട്ടി വെക്കല്ലേ. എന്നിട്ട് മുകളിൽ ലൈനും വരക്ക. എന്തായി? നമ്മുടെ ബ എന്ന ലെറ്റർ ആയിട്ടോ. പിന്നെ നമ്മള് ഒരു ബോൾ വരച്ചു, അതിനുള്ളിൽ നിറയെ ഗേന്ത് ട്ടോ. ഗേന്തിന്റെ ഗ എന്ന ലെറ്റർ എഴുതി. അതേപോലെ ബാദൽ വരച്ചു. ബാദലിന്റെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള ബായ് എഴുതിട്ടോ. പിന്നെ നമ്മൾ നമ്പേഴ്സ് അല്ലേ. 1 2 3 4 5 5 വരെ കൗണ്ട് ചെയ്യാനും പഠിച്ചു അല്ലേ. കളേഴ്സ് ആണ്. ഏതൊക്കെ കളേഴ്സ് ആണ്? കാല, കാല കറുപ്പ് ബ്ലാക്ക്, സഫേദ് വൈറ്റ് വെളുപ്പ് ട്ടോ. പിന്നെ നമ്മൾ എന്താ ചെയ്ത്? സോമവാർ മൺഡേ അല്ലെ. ഇന്നത്തെ ദിവസം ഏതാണ്? സോമവാർ. ഓക്കെ ആണോ? അപ്പൊ ഇത്രയും നമ്മള് ഇന്നെടുത്ത് കേട്ടോ. അപ്പൊ മച്ചന്മാരെ പൊളിക്കണ്ടേ? നമ്മുടെ ഈ യാത്ര തീർന്നിട്ടില്ല കേട്ടോ. 3 ദിവസത്തെ യാത്ര അല്ലേ. അപ്പൊ നാളെയും ഉണ്ട് ഇതേ സമയം ട്ടോ. ഇതേ സമയം എല്ലാവരും റെഡി ആയിട്ട് വന്നിരിക്കണം കേട്ടോ. അപ്പൊ എല്ലാരും മൂടോ? എങ്ങനെയുണ്ട് നിങ്ങളെ മൂടൊക്കെ? പൊളി മൂടാണോ? സൂപ്പർ. സൂപ്പർ. ഇഷ്ടായോ നിങ്ങക്ക് ക്ലാസ് ഒക്കെ? യെസ്. അപ്പോ നമ്മുടെ യാത്ര തീർന്നിട്ടില്ല. എന്നുണ്ട്? നാളെ വരണം ഇതേ സമയം എല്ലാവരും. അപ്പോ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്ത ഈ ബോളും നിങ്ങൾ വരച്ച ബോൾ ഉണ്ടല്ലോ, അപ്പോൾ ലെറ്റർ എഴുതിയല്ലോ, അത് നിങ്ങളുടെ ക്ലാസ് റൂമിൽ വിടണം കേട്ടോ. അതേപോലെ ബാദല് വരച്ചില്ലേ, അതിന് നല്ല അടിപൊളി കളറൊക്കെ കൊടുത്തിട്ട്
ക്ലാസ് സെൻഡ് ചെയ്യണേ. അപ്പൊ സൂപ്പർ അല്ലേ? എല്ലാരും ഹാപ്പി ആണോ? നാളെ വരില്ല എല്ലാവരും? ഇതിനേക്കാളും അടിപൊളി ക്ലാസ്സിലേക്കാണ് നമ്മൾ നാളെ പോണേ കേട്ടോ. റെഡി ആണോ നിങ്ങളൊക്കെ? യെസ്. നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്താലോ? Okay. ഓക്കേ. See you tomorrow, ma'am. ഓക്കേ ബൈ എല്ലാവർക്കും. ബൈ ബൈ. Bye.